Good morning everybody. Litmaster YouTube ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചർ 5ാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള മെത്തഡോളജി ഓഫ് ലിറ്ററേച്ചർ എന്ന പേപ്പറിൽ റീഡിംഗ് റെസ്പോൺസ് ക്രിറ്റിസിസം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസം എന്ന ടോപ്പിക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ we could understand that reader response criticism is related to reader and the text. How a reader reads a text is basically prominent while we are going to criticize a literary text. Concerning on this matter, we could understand that neither a unified nor a monolithic critical practice is. It is neither a unified nor a monolithic critical practice. റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരിക്കലും മോണോലിത്തിക് ആയിട്ടുള്ള ഒന്ന്, ഒരേ രൂപകമായിട്ടുള്ള ഒന്നല്ല, അല്ലെങ്കിൽ അത് യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു എല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു മാർഗവുമല്ല, ഒരു രീതിയുമല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബട്ട് ഇറ്റ് റിഫേഴ്സ് ടു സം അപ്രോച്ചസ് സിൻസ് 1960s which emphasize the fact that the meaning of a text is produced by the individual readers, theorizing that each interpretation is valid in the context from which a reader approaches a text. This reader response theory says that the meaning of a text is produced by individual readers. In the last classes we have discussed informalism, structuralism, like that new criticism. We discussed that meaning is inherited from the text, not from the reader, not from the social context. But here we says that meaning is inherited from the reader itself, theorizing that each interpretation is valid in the context from which a reader approaches a text. ഒരു ടെക്സ്റ്റിൻ്റെ മീനിങ് വരുന്നത് അത് വായിക്കുന്ന വായനക്കാരിൽ നിന്നും ഏത് കോണ്ടെക്സ്റ്റിൽ നിന്ന് അവനതിനെ വായിക്കുന്നു എന്നതിൽ നിന്നുമാണ് എന്നാണ് റീഡർ റെസ്പോൺസ് തിയറി പറയുന്ന അതിൻ്റെ പ്രാഥമികമായ ബേസ് എന്ന് പറയുന്നത്. എഗെയിൻസ്റ്റ് ദ ഓട്ടോണമി ഓഫ് ഫോർമലിസം, ന്യൂ ക്രിറ്റിസിസം ആൻഡ് സ്ട്രക്ചറലിസം പ്രൊപ്പഗേറ്റ്സ്. ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ autonomy of formalism. There is no refreshing. A word was inculcated or penetrated into the subject and it is not there. അപ്പോൾ ഫോർമലിസം, ന്യൂ ക്രിറ്റിസിസം, സ്ട്രക്ചറലിസം ഇതൊക്കെ എന്താണോ പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഇതൊക്കെ ടെക്സ്റ്റ്, അതിലൊക്കെ പറയുന്നത് വാട്ട് ടെക്സ്റ്റ് സേസ് ഈസ് ദ മീനിങ്. ബട്ട് ഹിയർ വി സേസ് ദാറ്റ് നോട്ട് ദ ടെക്സ്റ്റ് ബട്ട് വാട്ട് റീഡർ സേസ് ഈസ് ദ മീനിങ്. And Louis Rosenblatt initiated this trend with his book Literature as Exploration. Literature as Exploration എന്ന പുസ്തകത്തോടു കൂടി ലൂയിസ് റോസൻബ്ലാറ്റ് ആണ് ആദ്യമായി ഈ ഒരു ട്രെൻഡിനെ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതോടെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം എന്നുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 1, ഹൂ റോട്ട് ലിറ്ററേച്ചർ ആസ് എക്സ്പ്ലോറേഷൻ? അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഹൂ റോട്ട് ലിറ്ററേച്ചർ ആസ് എക്സ്പ്ലോറേഷൻ? Okay, he says in this book, Louis Rosenblatt says in this book, a poem is what the reader lives through under the guidance of the text and experiences as relevant to the text. What is a poem? A poem is what the reader lives through under guidance of a text. ഒരു ടെക്സ്റ്റിൻ്റെ സഹായത്തോടുകൂടി ഒരു റീഡർ ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യം, അതിനെയാണ് or what he experiences as relevant to the text. ഈ ഒരു ടെക്സ്റ്റിന് റെലവൻ്റ് ആയിട്ടുള്ള കാര്യം എന്തൊക്കെയാണ് ഇയാൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതാണ് ഒരു പോയം എന്ന് പറയുന്നത്. നോട്ട് ദ ടെക്സ്റ്റ് ബട്ട് വാട്ട് ദ റീഡർ എക്സ്പീരിയൻസസ് ആൻഡ് വാട്ട് ഹി ലിവ്സ് ത്രൂ ദ ടെക്സ്റ്റ് ഈസ് ദ മീനിങ് ഓഫ് ദ പോയം ഓർ എ പോയം എന്നാണ് ഇതിലൂടെ പറയുന്നത്. And there are different variants of reader response criticism. First one is transactional reader response theory. Second one is affective stylistics. Third, psychological reader response theory. Fourth, subjective reader response theory. And the last one is social reader response theory. And transactional reader response theory എന്ന് പറഞ്ഞാൽ എന്താണ്? This theory is Louis Rosenblatt analyzes the transaction between reader and text.
ഒരു റീഡറും ടെക്സ്റ്റും തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷൻ, കൊള്ളക്കൊടുക്കലുകളാണ് പിന്നെ ട്രാൻസാക്ഷണൽ റീഡർ റെസ്പോൺസ് തിയറി എന്ന് പറയുന്നു ലൂയിസ് റോസൻബാൾട്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ പുസ്തകങ്ങളിലാണ് ഇങ്ങനെ പറയുന്നത്. ഇൻ ദ റീഡർ, ടെക്സ്റ്റ് ആൻഡ് ദ പോയം, ദ ട്രാൻസാക്ഷണൽ തിയറി ഓഫ് ദ ലിറ്റററി വർക്ക് എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ എസ്സേയിൽ റോസൻബ്ലാറ്റ് ഡിസ്റ്റിങ്വിഷസ് ദ 3 കോൺസെപ്റ്റ്സ് ഓഫ് റീഡർ റെസ്പോൺസ് തിയറി: ടെക്സ്റ്റ്, റീഡർ, പോയം. ഇങ്ങനെ 3 കാര്യത്തെ അദ്ദേഹം പറയുന്നത്. ടെക്സ്റ്റ്, റീഡർ, പോയം. ഈ 3 കാര്യത്തെയും അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം അനലൈസ് ചെയ്യുന്നു. ഒന്ന്, ദ ടെക്സ്റ്റ് റെഫേഴ്സ് ദ പ്രിൻറ്റഡ് വേർഡ്സ് ഓൺ ദ പേജ്. എന്താണ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ദ പ്രിൻറ്റഡ് വേർഡ്സ് ഓൺ ദ പേജ്. And while the poem refers to the literary work jointly produced by the text and the reader. And what is poem? Poem is the jointly produced meaning by the reader and the text. While reading the text, the reader may come to some meanings, and he analyzes this meaning and analyzes the text, and there arises the poem. That is the conclusion. And he discriminates, he categorizes 3 aspects of reader response theory. First one, text, reader, and the poem. While contacting to the text, the reader makes a poem. അപ്പോൾ ഇവ തമ്മിലുള്ള ട്രാൻസാക്ഷനിലൂടെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് റീഡർ പിന്നെ എന്താ പറയുന്നത് ഒരു പോയം എന്ന് ആര് പറയുന്നു? റോസൻബ്ലാറ്റിൻ്റെ അഭിപ്രായത്തിലൂടെ ട്രാൻസാക്ഷണൽ റീഡർ റെസ്പോൺസ് തിയറിയെ പിന്തുണക്കുന്ന ആളുകൾ പറയുന്നു. ആൻഡ് ദ ടെക്സ്റ്റ് ബീയിങ് എ സ്റ്റിമുലസ് ഇനീഷ്യലി, ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ അതൊരു സ്റ്റിമുലസ് ആണ്, ഒരു പ്രേരകമാണ്. ഇനീഷ്യലി ഇറ്റ് ഹെൽപ്സ് വാണ്ട്സ് ടു അപ്ലൈ ഓൾറെഡി stored feelings existing in the unconscious of the reader. Feelings exist in the unconscious of the reader. Already existed ആയിട്ടുള്ള ഫീലിങ്സിനെ it helps one to apply the already stored feelings existing in the unconscious of the reader. നമ്മുടെ നിലവിലുള്ള ടെക്സ്റ്റ് ആൾറെഡി എക്സിസ്റ്റഡ് ആയ ഫീലിങ്ങുമായിട്ട് കൂടിച്ചേരാനുള്ള അവസരം ഉണ്ടാക്കുന്നു. എന്നിട്ട് പുതിയൊരു മീനിങ് കിട്ടും. വൈൽ ഐ ആം റീഡിങ് എ ടെക്സ്റ്റ് and I got a particular meaning from the text, and I produced that poem from the text. When I am reading the text of Rabindranath Tagore, or while I am reading the text of Shakespeare, I could understand the meaning with the experiences, with the lives I lived through it. I could get some meaning, and I produce the meaning, and I produce the poem, and the others also produce the meaning. So the already existed feelings and already stored feelings in our unconscious of the reader may be become and it helps this or the text may be a stimulus to the already existing feelings and what existed in unconscious of a reader. ഒരു റീഡറുടെ അൺകോൺഷ്യസിൽ എന്തൊക്കെയാണോ നിലനിൽക്കുന്നത് അതിനെ സഹായിക്കുന്ന ഒരു സ്റ്റിമുലസ് ആയിട്ട് മാത്രമാണ് ഒരു ടെക്സ്റ്റ് നിലനിൽക്കുന്നത് എന്ന അഭിപ്രായമാണ് റീഡർ റെസ്പോൺസ് തിയറിയിലൂടെ പറയുന്നത്. ആൻഡ് ദ ടെക്സ്റ്റ് ബിക്കംസ് എ ബ്ലൂ പ്രിൻറ്റ്. ഷി ആർഗ്യൂസ് ദാറ്റ് on the basis of which these positions are verified and corrected. It is a blueprint. Text is a blueprint where which our positions are, and our positions or our thoughts are verified and corrected. And in this transaction, which is an aesthetic approach, reading, ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇസ്തറ്റിക് അപ്രോച്ചാണ്. അതിൽ റീഡിങ് ഫോർ പ്ലെഷർ, എക്സ്പീരിയൻസ് ഇൻ ദ പോയം. നമ്മളൊരു പ്ലെഷറിന് വേണ്ടി ഒരു പോയം വായിക്കുന്നു, അത് നമ്മൾക്ക് ഒരു ഇസ്തറ്റിക് അപ്രോച്ച്. കവിത എഴുതൽ മാത്രമല്ല, കവിത വായിക്കലും ഒരു ഇസ്തറ്റിക് അപ്രോച്ചാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ദൻ ആൻ എഫറൻറ്റ് വൺ റീഡിങ് ടു ഗെയിൻ മീനിങ്. അപ്പോൾ റീഡിങ് ഈസ് എ ഇസ്തറ്റിക് അപ്രോച്ച് ദാൻ ആൻ എഫറൻറ്റ് വൺ ടു ഗെയിൻ മീനിങ്. റീഡിങ് അർത്ഥം കിട്ടാൻ വേണ്ടി മാത്രം വായിക്കുന്ന ഒരു റീഡിംഗ് അല്ല. അതിൻ്റെ അർത്ഥം എന്താണോ, ടെക്സ്റ്റിൻ്റെ അർത്ഥം എന്താണ്, അത് നോക്കാൻ വേണ്ടി ഉള്ള ഒരു മീനിങ് അല്ല, പകരം ഒരു അർത്ഥം ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു വായനയാകുന്നു നമ്മുടേത് എന്നാണ് ട്രാൻസാക്ഷണൽ റീഡിംഗ് റെസ്പോൺസ് തിയറി
പറയുന്നത്. രണ്ടാമത്തെ ദ സെക്കൻഡ് റീഡിംഗ് റെസ്പോൺസ് തിയറി എന്ന് പറയുന്നത് അഫക്റ്റീവ് സ്റ്റൈലിസ്റ്റിക്സ് റീഡർ റെസ്പോൺസ് തിയറി എന്ന് പറയുന്നതാണ്. അഫക്റ്റീവ് സ്റ്റൈലിസ്റ്റിക്സ് ഈസ് ദ നോഷൻ ദാറ്റ് the literary text is an event that occurs in time, consuming that come into being as it is read only, rather than an object that exists in space. ഇത് കുറച്ചും കൂടെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. Affective stylistics is derived from analyzing further notion that a literary text is an event that occurs in time. സമയാസമയങ്ങളിൽ സംഭവിക്കുന്ന ഒന്നാകുന്ന ലിറ്റററി ടെക്സ്റ്റ്. ഒരു കവിത, എഴുതപ്പെട്ട ഒരു കവിത എന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഒരു കവിത, ഒരു ടെക്സ്റ്റ്, അത് എഴുതുന്നതോടുകൂടി തീരുന്നൊരു സംഭവമല്ല, ഓരോരുത്തരും വായിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒന്നാകുന്നു. ദാറ്റ് കംസ് ടു ബീയിങ് ആസ് ഇറ്റ് റെഡ് ഓൺലി. എപ്പോഴാണോ അത് വായിക്കുന്നത് അപ്പോൾ മാത്രമാണ് അതിൻ്റെ എക്സിസ്റ്റൻസ് ഉള്ളത്. റദർ ദാൻ ആൻ ഒബ്ജക്റ്റ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ സ്പേസ്. ഒരു സ്പേസിൽ നിലനിൽക്കുന്ന ഒരു വസ്തുവിനെ പോലെ നിലനിൽക്കുന്ന ഒരു വസ്തുവല്ല. ഇപ്പോൾ ഒരു കസേര, when it existed in classroom, when it exists in our dining room, we could say that it is existed. But a poem, it is not existed when it is not read. അത് വായിക്കാത്ത കാലത്തോളം അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഒരു കവിത വായിക്കുമ്പോൾ മാത്രമാണ് അതിനെ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന അഭിപ്രായമാണ് ഈ അഫക്റ്റീവ് സ്റ്റൈലിസ്റ്റിക്സിൻ്റെ അഭിപ്രായം. ഈ ഒരു അഭിപ്രായം, ഈ ഒരു അഫക്റ്റീവ് സ്റ്റൈലിസ്റ്റിക് റീഡർ റെസ്പോൺസ് തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ളത് സ്റ്റെൻലി ഫിഷ് ആണ്. സ്റ്റെൻലി ഫിഷ് ഇൻ ഹിസ് സർപ്രൈസ്ഡ് ബൈ സിൻ, one of the book written in 1967, proposes this approach by underscoring the important role played by the text in establishing what the reader's experience is. നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ് തീരുമാനിക്കുന്നതിൽ ടെക്സ്റ്റിനുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ച് വരെ പറഞ്ഞിട്ടാണ് സ്റ്റെൻലി ഫിഷ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ആൻഡ് ഹി സേസ് ദാറ്റ് ദ ടെക്സ്റ്റ് ഈസ് എക്സാമിൻഡ് ക്ലോസ്ലി ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഓർ സ്റ്റൈലിസ്റ്റിക്സ്, അത് എങ്ങനെയാണ് ഈ ഒരു സ്റ്റൈൽ മീൻസ് ഈ എഴുതിയ സാധനത്തിൽ സ്റ്റൈൽ എന്ന് പറയുന്നത് കേട്ടോ, അതിൻ്റെ സ്റ്റൈലിസ്റ്റിക്സ് എങ്ങനെയാണ് ഇറ്റ് അഫക്ട്സ് ഓർ അഫക്റ്റീവ് ഓർ ഇറ്റ് അഫക്ട്സ് ദ റീഡർ ഇൻ ദ പ്രോസസ് ഓഫ് റീഡിങ്. റീഡിങ്ങിൻ്റെ സമയത്ത് ഇതെങ്ങനെയാണ് റീഡറെ അഫക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് എ പോയം അഫക്ട്സ് ദ റീഡർ, ദ സ്റ്റൈൽ, the way in which the poem is written or the text is written, it affects the reader and it makes some changes in the reader. അങ്ങനെയുള്ളൊരു വായനയാണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇൻ കോൺട്രാസ്റ്റ് ടു ട്രാൻസാക്ഷണൽ റീഡർ, ഈ ട്രാൻസാക്ഷണൽ റെസ്പോൺസ് തിയറിയുമായിട്ട് ഇതെന്താണ്, എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? Most of the practitioners of affective stylistic do not consider the text as an objective, autonomous entity, which new criticism has. It does not have a fixed meaning independent of readers, because the text consists of the result it produces, and those results occurs within the reader. ഈ ടെക്സ്റ്റിന് മാത്രമായൊരു അർത്ഥമില്ല. എപ്പോഴാണോ അത് വായിക്കുന്നത് അപ്പോഴാണത് അർത്ഥമുണ്ടാകുന്നത്. അത് ടെക്സ്റ്റ് ഈ റീഡറെ അഫക്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. അതിൻ്റെ ഒരു വ്യത്യാസമാണ് നമ്മൾ പറയുന്നത്. നേരത്തെ പറയുന്നത് രണ്ടുപേരുള്ള ട്രാൻസാക്ഷനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസാക്ഷനാണെന്നാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. വെൻ ദ ടെക്സ്റ്റ് അഫക്ട്സ് ദ റീഡർ ഓർ വെൻ ദ സ്റ്റൈൽ ഓർ ദ ഫോം ഓർ ദ കണ്ടന്റ് ഇറ്റ് അഫക്ട്സ് ദ റീഡർ, ദ മീനിങ് റൈസസ് എന്ന അഭിപ്രായമാണ് ഇതിലുള്ളത്. അദ്ദേഹം സ്റ്റെൻലി ഫിഷ് മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഹൗ എ ടെക്സ്റ്റ് ഈസ് സ്ട്രക്ചേർഡ്. ദ സ്ട്രക്ചർ ഹി ഡിസ്ക്രൈബ്സ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ദ റീഡേഴ്സ് റെസ്പോൺസ് ആസ് ഇറ്റ് ഒക്കേഴ്സ് ഫ്രം മൊമെൻറ്റ് ടു മൊമെൻറ്റ്. ഓരോ സമയത്തും എങ്ങനെയാണിത് ജനങ്ങളുമായിട്ട് എഴുതിയ വസ്തു എങ്ങനെയാണ് റീഡറായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് എന്ന അർത്ഥത്തിലാണ് ഇത് സംവദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് റീഡർ റെസ്പോൺസ് തിയറിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അഫക്റ്റീവ് റീഡർ റെസ്പോൺസ് തിയറിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തേർഡ് വൺ ഈസ് സൈക്കോളജിക്കൽ റീഡർ റെസ്പോൺസ് തിയറി. സൈക്കോളജിക്കൽ റീഡർ റെസ്പോൺസ് തിയറി was brings forth by Norman Holland, who brings Freudian psychoanalysis to the reading process, establishes
that to the reading process that establishes readers' motives strongly influence how they read. Now, even though Norman he brings brings Freudian psychoanalysis to the reading process, he establishes that readers' motives strongly influence how they read. റീഡേഴ്സിൻ്റെ മോട്ടീവ്സ് റീഡേഴ്സിനുള്ളിൽ വളരെ ഒരുപാട് സൈക്കോളജിക്കൽ ഇഫക്ട്സ് സൈക്കോളജിക്കൽ ട്രെയ്റ്റ്സുകൾ പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ഘട്ടങ്ങളിലൂടെ ഫേസസിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആളുകളാണ്. അത് എങ്ങനെയാണ് ടെക്സ്റ്റ് അതവർ റീഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടെക്സ്റ്റിനാണ് ബാധിക്കുന്നത്, അവരുടെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ടെക്സ്റ്റിനെ ബാധിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം നോർമൻ ഹോളണ്ട് എന്ന് പറയുന്ന എഴുത്തുകാരൻ ഇതിനെ അനലൈസ് ചെയ്തിട്ടുള്ളത്. ദോ ഹി ബിലീവ്സ് ദ റീഡിംഗ് ഇൻവോൾവ്സ് എ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ദ റീഡർ ആൻഡ് ടെക്സ്റ്റ്, ഹി ബിലീവ്സ് ദാറ്റ് ഇറ്റ് ഈസ് എ ട്രാൻസാക്ഷണൽ എലമെൻറ്റ്, ദർ ഇസ് എ ട്രാൻസാക്ഷണൽ എലമെൻറ്റ് ബിറ്റ്വീൻ ബൈ ദ റീഡിംഗ്. ഈ റീഡിംഗ് എന്ന് പറയുന്ന ഘട്ടത്തിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. റീഡറും ടെക്സ്റ്റും തമ്മിൽ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ബട്ട് ഹോളണ്ട്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലെയിം ഈസ് ദാറ്റ് the reader's interpretation of the text reveal more about themselves, not about the text. ഇതാണ് ഇതിൻ്റെ കോർ എലമെൻറ്റ്. ഒരു ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് ഒരാൾ വായിക്കുന്ന സമയത്ത് ടെക്സ്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ വിശദീകരിച്ച് തരുന്നത് ഒരു റീഡറുടെ എങ്ങനെയാണ് അയാൾ വായിച്ചിട്ടുള്ളത് എന്ന കാര്യങ്ങളാണ്. The interpretation of the text reveals more about themselves. When the readers are reading a text, it is revealing more about themselves, not about the text. ടെക്സ്റ്റിനെ കുറിച്ച് പറയുന്നതിനേക്കാളും വായിക്കുന്ന ആളുകളെ കുറിച്ചാണ് അവരുടെ ഇൻ്റർപ്രിട്ടേഷൻസ് പറയുന്നത് എന്നാണ് ഇവരുടെ അഭിപ്രായം. Holland observes that textual interpretation is as a defense mechanism to cope with the fears and needs rusting in the unconscious. In psychoanalysis, we know that there is the unconscious has a prominence. In psychoanalytic criticism, we studied what is unconscious, how they give or the psychoanalytic theorists to give importance to the unconscious. And unconscious is very important thing in psychoanalysis theory. And here he says that there are some fears and some needs rusting in the unconscious of the reader, and it may come out while he is reading a text. So the meaning produced by the reader is not of the text but of the intuitions of the reader or what rested in his unconscious. The meaning is related to the unconscious of the reader, not of the text. എന്നാണ് ഇവരുടെ ഒരു അഭിപ്രായം. ഇവർ കൂടുതൽ അൺകോൺഷ്യസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആസ് ആൻ ഇൻ്റർപ്രിട്ടേഷൻ ഈസ് ടു ഫുൾഫിൽ അവർ സൈക്കോളജിക്കൽ നീഡ്സ് ആൻഡ് ഡിസയേഴ്സ്, ഹോളണ്ട് ഒബ്സർവ്സ് ദാറ്റ് textual interpretation is a defense mechanism to cope with the fears and needs resting in the unconscious. In that sense, interpretation is principally a psychological process rather than an intellectual one. നമുക്ക് പറയാൻ പറ്റും ഇതൊരു ഇൻ്റലക്ച്വൽ പ്രോസസ്സിനേക്കാളും ഒരു സൈക്കോളജിക്കൽ പ്രോസസ്സാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. സൈക്കോഅനാലിസിസിൽ പറയുന്നത് സൈക്കോളജിക്കൽ പ്രോസസ്സാണ് എന്ത് ഇൻ്റർപ്രിട്ടേഷൻ. ഇത് ബുദ്ധി കൊണ്ട് ചെയ്യുന്നൊരു കാര്യമല്ല. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ ടെക്സ്റ്റിനെ വിശദീകരിക്കുന്നു. സോ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് കൂടുതൽ പുറത്തു വരുന്നത് എന്നതിനേക്കാൾ കൂടുതൽ, ടെക്സ്റ്റിലുള്ളതിനേക്കാൾ കൂടുതൽ എന്നാണ് സൈക്കോളജിക്കൽ റീഡർ റെസ്പോൺസ് തിയറി പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു തിയറിസ്റ്റ് എന്ന് പറയുന്നത് നോർമൻ ഹോളണ്ടാണ്. നെക്സ്റ്റ്, സോഷ്യൽ റീഡർ റെസ്പോൺസ് തിയറി. സോഷ്യൽ റീഡർ റെസ്പോൺസ് തിയറി ഓഫ് സ്റ്റാൻലി ഫിഷ് നമ്മൾ നേരത്തെ കണ്ടു. emerges against the extremely individualistic nature of subjective reader response theory. റീഡർ റെസ്പോൺസ് തിയറിയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. റീഡർ റെസ്പോൺസ് തിയറിയിൽ സബ്ജക്റ്റീവ് എലമെൻസിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സബ്ജക്റ്റീവ് ആയിട്ട് ഓരോരുത്തരും റീഡർ റെസ്പോൺസ് തിയറി നേരത്തെ നമ്മൾ പറഞ്ഞ ട്രാൻസാക്ഷനിലും ഒക്കെ പറയുന്ന സമയത്ത്
ഓരോ ഇൻഡിവിജ്വലും എങ്ങനെയാണ് കാണുന്നത് എന്നതിനെക്കുറിച്ചാണ്. വ്യക്തി എങ്ങനെയാണ് ഒരു ടെക്സ്റ്റിനെ കാണുന്നത് എന്നതാണ്. എന്നാൽ ഇദ്ദേഹം പറയുന്നത് അങ്ങനെ വ്യക്തിയല്ല, ഒരു സമൂഹം എന്ന രീതിയിൽ കാണും. ഇദ്ദേഹം ഈസ് ദർ എ ടെക്സ്റ്റ് ഇൻ ദിസ് ക്ലാസ് 1980 1880 അദ്ദേഹം എഴുതിയിട്ടുള്ള, കുറച്ച് കഴിഞ്ഞതിന് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഫേസ് ആയിട്ട്. ആദ്യ ഫേസിൽ അദ്ദേഹം റീഡർ റെസ്പോൺസ് തിയറിയുടെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള സാധനത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് അതിന് അദ്ദേഹം മാറ്റം വരുത്തിയിട്ട് അങ്ങനെ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ളതിനേക്കാൾ കൂടുതലൊരു സമൂഹത്തിൻ്റെ ഒരു ടെക്സ്റ്റ് വേണം, സമൂഹത്തിൻ്റെ ഒരു വായന വേണം എന്ന അർത്ഥത്തിലേക്ക് അദ്ദേഹം പോയി. സോ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകം ഈസ് ദർ എ ടെക്സ്റ്റ് ഇൻ ദിസ് ക്ലാസ് 1980. He argues that there is no purely individual subjective response. അദ്ദേഹം പറഞ്ഞ ഒരു പ്യുവർലി സബ്ജക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ഇല്ല. അതായത് ഒരു ഇൻഡിവിജ്വലിന് മാത്രം അയാളുടേതെന്ന് പറയുന്ന ഒരു റെസ്പോൺസ് ഇല്ല. എന്ന് പറഞ്ഞാൽ ഞാനൊരു കവിതയെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻ്റർപ്രിട്ടേഷൻ എൻ്റേത് മാത്രമല്ല, എൻ്റെ സമൂഹത്തിൻ്റേതാണ്, എൻ്റെ കമ്മ്യൂണിറ്റിയുടേതാണ്. എനിക്ക് അങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ കിട്ടിയിട്ടുള്ളത് എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന്, ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്നൊക്കെയാണ് എൻ്റെ ഒരു ചിന്ത അങ്ങനെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് പ്യുവർലി ഇൻഡിവിജ്വലിസ്റ്റിക്, ഇറ്റ് ഈസ് സൊസൈറ്റി, റിലേറ്റഡ് ടു സോഷ്യൽ സൊസൈറ്റി, ആൻഡ് ഇറ്റ് ഈസ് ആൾസോ റിലേറ്റഡ് ടു ദ കമ്മ്യൂണിറ്റി വേർ ഹി എക്സിസ്റ്റഡ്. ഇവിടെ നമ്മുടെ ചോദ്യം വരുന്നു, രണ്ടാമത്തെ ചോദ്യം. 1880 സ്റ്റെൻലി ഫിഷ് എഴുതിയിട്ടുള്ള എസ്സേയുടെ പേരെന്താകുന്നു? which is the essay written by Stanley Fish in 1980? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രണ്ടാമത്തെ ചോദ്യത്തിനായിട്ട് മറുപടി നൽകുക. And according to Fish, നമ്മളതിൽ ഫിഷിലേക്ക് തന്നെ വരുന്നു. അദ്ദേഹം പറയുന്നു വ്യക്തിക്ക് മാത്രമായിട്ടൊരു ചിന്തയില്ല, പകരം സമൂഹത്തിൻ്റെ കൂടി ചിന്തയാണ്. According to Fish, the individual subjective responses to literature are really products of the interpretative community to which he belongs. ഇതാണ് വളരെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. ഫിഷ് പറയുന്നത് ദ ഇൻഡിവിജ്വൽ സബ്ജക്റ്റീവ് റെസ്പോൺസസ് ടു ലിറ്ററേച്ചർ, ഓരോ ഇൻഡിവിജ്വലും ഒരു ലിറ്ററേച്ചറിനോട് നടത്തുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് റിയലി പ്രൊഡക്ട്സ് ഓഫ് ദ ഇൻ്റർപ്രിറ്റേറ്റീവ് കമ്മ്യൂണിറ്റി, ഒരു ഇൻ്റർപ്രിറ്റേറ്റീവ് കമ്മ്യൂണിറ്റിയുടേതാണ്. വിച്ച് മീൻസ് ദാറ്റ് ഹി ബിലോങ്സ് ടു എ കമ്മ്യൂണിറ്റി. That community interprets the text, not the individual himself. When I am living in a community, when I reads a book in a location where I exist, where I situated, I may be influenced by the beliefs of that people, or the opinions of that people, or the lifestyle of that people. And it is not a single interpretation, it is a community interpretation or interpretative. There exists an interpretative community, and that community interprets the meaning. നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ പ്രാവ് സമാധാനത്തെ സൂചിപ്പിക്കുന്നു. ഇത് എൻ്റേത് മാത്രമല്ലല്ലോ, നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു ആർക്കിടൈപ്പ് അല്ലത്. അതെങ്ങനെ നമുക്ക് ആ ഒരു അർത്ഥം വന്നു, സമൂഹത്തിൽ നിന്ന് വന്നു? വളരെ സിമ്പിളായി ആലോചിച്ചാൽ മതി. ആൻഡ് ബൈ ഇൻ്റർപ്രിറ്റേറ്റീവ് കമ്മ്യൂണിറ്റി, ഫിഷ് മീൻസ് എ സെറ്റ് ഓഫ് മെമ്പേഴ്സ്. എന്താ ഇൻ്റർപ്രിറ്റേറ്റീവ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ? ഫിഷ് എന്ന് അതിന് മീനിങ് കൊടുക്കുന്നു. മീൻസ് എ സെറ്റ് ഓഫ് മെമ്പേഴ്സ് ഹു ഷെയർ എ പെർട്ടിക്കുലർ റീഡിംഗ് സ്ട്രാറ്റജി ആൻഡ് എ സെറ്റ് ഓഫ് അസംഷൻസ്. ഒരു പെർട്ടിക്കുലർ റീഡിംഗ് സ്ട്രാറ്റജി മുന്നിൽ വെച്ച് നടക്കുന്ന ഒരു ജനവിഭാഗം, ഓർ എ സെറ്റ് ഓഫ് അസംഷൻസ്, ഒരുപാട് അസംഷൻസോട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചിട്ടാണ് ആ സമൂഹത്തിലെ ഒരു വ്യക്തി ഒരു പോയം വായിക്കുന്നത്. അപ്പം ഞാനൊരു പോയം വായിക്കുകയാണെങ്കിൽ, ഒരു കവിത വായിക്കുക, ഒരു ടെക്സ്റ്റ് വായിക്കുകയാണെങ്കിൽ, ഞാൻ ജീവിക്കുന്ന സമൂഹത്തിലെ നിലനിൽക്കുന്ന ആശയങ്ങൾക്കും നിലനിൽക്കുന്ന സ്ട്രാറ്റജികൾക്കൊക്കെ അനുസരിച്ച് മാത്രമേ എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ജീവിക്കുന്നത് ഇവിടെയാണ്, എൻ്റെ ആശയങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് ഇവിടെയാണ്. അതുകൊണ്ട് സോഷ്യൽ റീഡർ റെസ്പോൺസ് തിയറിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് സ്റ്റെൻലി ഫിഷ് പറയുന്നു. സ്റ്റെൻലി ഫിഷിൻ്റെ കൂടെ തന്നെ അതിനുശേഷം പലരും വന്നിട്ടുണ്ട് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ട്. ലൂയിസ് ടൈസൺ എന്ന് പറയുന്ന ദ ക്രിട്ടിക്കൽ തിയറി ടുഡേ, അദ്ദേഹം പറയുന്നു ഇതിൽ, ലൂയിസ് ടൈസൺ, ദീസ് ഇൻ്റർപ്രിറ്റേറ്റീവ് സ്ട്രാറ്റജീസ് അതർവൈസ് റിസൾട്ട് ഫ്രം വേരിയസ് സോർട്സ് ഓഫ്
institutionalized assumptions established, for example, in high schools, churches, in colleges, by prevailing cultural attitudes and philosophies. നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള സ്കൂളുകൾ, ചേർച്ച്, നമ്മുടെ സിറ്റീസ്, പിന്നെ കോളേജസ്, ഇതൊക്കെ ചില ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ചില മീനിങ്സ്, ആ മീനിങ്സിനനുസരിച്ചിട്ടാണ് നമ്മുടെ പഠനവും നമ്മുടെ ഇൻ്റർപ്രിറ്റേഷൻസ് പോകുന്നത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇതാണ് നാല് സോഷ്യൽ റെസ്പോൺസ് തിയറികൾ ആയിട്ടുള്ളത്. ഇനി ജർമ്മൻ വേർഷൻ ഓഫ് റീഡേഴ്സ് റെസ്പോൺസ് തിയറി എന്ന് പറഞ്ഞിട്ട് മറ്റൊന്നുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് റിസപ്ഷൻ തിയറി. റിസപ്ഷൻ തിയറി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇൻഹെറിറ്റിംഗ് ഫ്രം ഫെനോളജി ആൻഡ് ഹെർമെനൂട്ടിക്സ് ഫ്രം ഹെസൽ ആൻഡ് ഗദാമർ. ഇതിൽ അവർ പറയുന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ദിസ് അപ്രോച്ച് ഈസ് എ compromise between Russian formalism, which ignores history, and social theories which ignores the text. നമുക്കറിയാം, ഈ ഫോർമലിസം വിച്ച് ഇഗ്നോർസ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ഓഫ് ദ ടെക്സ്റ്റ്, and also the social theories or real response theories, they ignores the importance of the text, and a compromise between these two theories are known as reception theory. ഇതൊരു ജർമ്മൻ വേർഷനാണ്. ഇതിൽ രണ്ടിനെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഉള്ളത്. സോ ഇറ്റ് ഈസ് ഓൾസോ ഇറ്റ് ഈസ് വാട്ട് വി ക്യാൻ സേ അബൌട്ട് സോഷ്യൽ റെസ്പോൺസ് ഓർ റീഡർ റെസ്പോൺസ് തിയറീസ്. ഇനി ഇതിൽ അവസാനത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ റീഡർ റെസ്പോൺസ് തിയറിയെ മുന്നോട്ട് വെച്ചിട്ടുള്ള ചിന്തകൻ ആരാകുന്നു? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സൈക്കോളജിക്കൽ റീഡർ റെസ്പോൺസ് തിയറിയെ മുന്നോട്ട് വെച്ചിട്ടുള്ള ചിന്തകൻ ആരാകുന്നു? ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതുക. So we are going to complete reader response theory, and also the one of the prominent part of textual approaches. ഇനി നമുക്ക് ടെക്സ്ച്വൽ അപ്രോച്ചസ് എന്ന പാട്ട് നമ്മൾ ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് മറ്റ് പാട്ടുകളിലേക്കാണ് പോകാനുള്ളത്. സോ what I have to say to my viewers or who are watching this video or my students is that you should watch all the videos consistently and understand what I have described in this video. And if you have any doubt about what I have said in this video or any topic related to the literature, please contact me. I can directly answer to you via my WhatsApp number 9747687129, and in comment box of the video. And if you have any doubt, please comment on the comment box. I will give you answers there. Okay, thank you for watching the video.